എമ്പുരാനുമായി ബന്ധപ്പെട്ട് മുതിർന്ന RSS നേതാവ് A. ജയകുമാറിന്റെ പോസ്റ്റ് വൈറലാകുന്നു. എമ്പുരാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും തകർക്കാനുള്ള ഇടതു ജിഹാദി ഗൂഢാലോചന എന്നാണ് ജയകുമാർ വിശദീകരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കുമെന്ന ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതിനായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിർദോഷമായ കാര്യമല്ല, കുൽസിത പ്രവർത്തനമാണെന്ന് ജയകുമാർ വിശദീകരിക്കുന്നു. സെൻസർ ബോർഡിന് കാണാൻ കഴിയാത്തത് തിയേറ്ററിൽ പോയ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. മോഹൻലാലിനും ഗോകുലം ഗോപാലിനും പറയാൻ അറയ്ക്കുന്നത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണ രൂപം മനസ്സിലാക്കാതെയുമാണ് സിനിമാ തിയേറ്ററുകളിൽ ഗോപാലേട്ടനെയും ലാലേട്ടനെയും എത്തുന്നത്. സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലേട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചിലർ ചെയ്തത്. പൃഥ്വിരാജും സഹായികളും ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണ്. ഈ നാട്ടിലെ ജനകോടികൾ ഇതിന് വിധി എഴുതട്ടെ എന്നാണ് ജയകുമാർ കുറിച്ചത്. സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടത് തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ധരിക്കുന്നവരെ സിനിമാ ലോകം ചവറ്റുകുട്ടയിലേക്ക് എറിയും. ഇവിടെ കരളുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും കൈവിലങ്ങ് വെക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയുമുള്ള നാടാണ്. കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എന്നേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന മുന്നറിയിപ്പും ജയകുമാർ നൽകുന്നു. ഇതിന് പിന്നാലെയാണ് സെൻസർ ബോർഡിൽ റീസെൻസർ ചെയ്യാനുള്ള നിർദ്ദേശം എത്തിയത്. അങ്ങനെ എമ്പുരാൻ സിനിമയിൽ വീണ്ടും കത്തി വീഴും. പല സീനുകളും വെട്ടി ഒതുക്കുമെന്നും ജയകുമാർ പറയുന്നു. പ്രജ്ഞാപ്രഭ ദേശീയ സംയോജകൻ J. നന്ദകുമാർ സമൂഹ മാധ്യമത്തിൽ എമ്പുരാനെ കുറിച്ച് പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയായി മാറിയിരുന്നു. വാര്യംകുന്നനായി എമ്പുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് J. നന്ദകുമാർ പങ്കുവച്ചത്. വാര്യംകുന്നനെ വലിയൊരു സാമൂഹ്യ മോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖ് അബുവിന്റെ സംവിധാനത്തിൽ 100 കോടിയുടെ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ വാര്യംകുന്നൻ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത ഹിന്ദു വിരുദ്ധനാണെന്ന ക്യാമ്പയിൻ കേരളത്തിൽ ഉയർന്നതോടെ ഈ സിനിമ ആഷിഖ് അബു ഉപേക്ഷിച്ചു. ആ സിനിമയിൽ വാര്യംകുന്നൻ തന്നെയാണ് ഇപ്പോൾ എമ്പുരാനായി വന്നത് എന്ന് J. നന്ദകുമാർ പറയുമ്പോൾ അതിൽ പറയാനിരിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് എമ്പുരാനിലും കൊണ്ടുവന്നിരിക്കുന്നതെന്ന സൂചനയാണ് നൽകുന്നത്. പൊതുവെ ഹിന്ദു വിരുദ്ധ സിനിമയാണ് എമ്പുരാൻ എന്ന സൂചന തന്നെയാണ് J. നന്ദകുമാർ നൽകുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിനും ഹൈന്ദവ ഗ്രൂപ്പുകളിൽ നടക്കുന്നതായുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഇതിന് പിന്നാലെയാണ് A. ജയകുമാറും എമ്പുരാനിൽ നിലപാട് പറഞ്ഞിരിക്കുന്നത്. A. ജയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: എമ്പുരാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും തകർക്കാനുള്ള ഇടതു ജിഹാദി ഗൂഢാലോചനയാണ്. എമ്പുരാൻ സിനിമയുടെ കഥയും ആവിഷ്കാരവും കോടിക്കണക്കിന് ജനങ്ങളെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പൃഥ്വിരാജും കൂട്ടരും ചതിച്ചത് നമ്മുടെ നാടിനെയും ഭരണകൂടത്തെയുമാണ്. NIA പോലുള്ള ദേശീയ ഏജൻസികളെ ജനലക്ഷങ്ങളുടെ മുൻപിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നത് ആർക്ക് വേണ്ടിയായിരുന്നു? മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കുമെന്ന് ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിർദോഷമായ കലയല്ല, കുൽസിത പ്രവർത്തനമാണ്. അതിന് ഗുജറാത്ത് കലാപവുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ആഖ്യാതിയോട് ഒരു തരത്തിലും ബന്ധപ്പെടുവാൻ കഴിയുന്ന കാര്യവുമല്ല. തിരക്കഥാകൃത്തിന്റെയും അണിയറയിലെയും അരങ്ങത്തെയും ഗൂഢാലോചനകളുടെ ലക്ഷ്യമാണ് അത്തരമൊരു ഭീഷണിയിലൂടെ പുറത്തു വരുന്നത്. സെൻസർ ബോർഡിന് കാണാൻ കഴിയാത്തത് തിയേറ്ററിൽ പോയ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. മോഹൻലാലിനും ഗോകുലം ഗോപാലേട്ടനും പറയാൻ അറയ്ക്കുന്നത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കാതെയുമാണ് സിനിമാ തിയേറ്ററിൽ ഗോപാലേട്ടനും ലാലേട്ടനും എത്തുന്നത്. സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലേട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചിലർ ചെയ്തത്. പൃഥ്വിരാജും സഹായികളും ചെയ്ത് രാജ്യദ്രോഹ കുറ്റമാണ്. ഈ നാട്ടിലെ ജനകോടികൾ ഇതിന് വിധി എഴുതട്ടെ. സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടത് തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ധരിക്കുന്നവരെ സിനിമാ ലോകം ചവറ്റുകുട്ടയിൽ എറിയും. ഇവിടെ കരളുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും കൈവിലങ്ങ് വെക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയുമുള്ള നാടാണ്. കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എന്നേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യുമെന്നാണ് A. ജയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.